നമസ്കാരം. ഫലസ്തീൻ വിമോചന പോരാട്ടത്തിൽ യുകെയുടെ നിലപാട് പുനർപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. ഫലസ്തീന്റെ വിമോചനത്തിനായി തന്നെ പോരാടുന്ന ഹമാസിന്റെ നിരോധനം പിൻവലിക്കണമെന്നും യുകെ ഹോം സെക്രട്ടറി സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെടുന്നു. തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയാണ് ഹമാസിനെ യുകെ നിരോധിച്ചത്. യുകെയിൽ കുടിയേറ്റക്കാർക്ക് നിയമസഹായം നൽകുന്നതിനായി തന്നെ പ്രവർത്തിക്കുന്ന റിവർവേ ലോയുടെ അഭിഭാഷകനായ ഫഹദ് നസ്രിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഹമാസ് യൂറോപ്പിൽ നടത്തുന്ന ഏറ്റവും വലിയ നിയമ പോരാട്ടമാണിതെന്നും പരിഗണിക്കപ്പെടുന്നത്. ബാരിസ്റ്റർമാരായ ഫ്രാങ്ക് മഗന്നസ്, ഡാനിയൽ ഗച്ചറസ് എന്നിവരും തന്നെ ഹർജി തയ്യാറാക്കുന്നതിനായി സഹായം നൽകിയിട്ടുണ്ട്. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ലീഗൽ ഓഫീസ് തലവൻ ഡോക്ടർ മൂസ അബു മൻസൂഖാണ് സംഘടനയ്ക്കായി ഹർജിയിൽ തന്നെ ഒപ്പിട്ടിരിക്കുന്നത്. നിരോധനം പിൻവലിക്കണമെന്ന ആവശ്യത്തെ തന്നെ പിന്തുണയ്ക്കുന്ന നൂറുകണക്കിന് രേഖകളും ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിയമ വിദഗ്ധർ, രാഷ്ട്രീയ നേതാക്കൾ, അക്കാദമിഷ്യന്മാർ, അതുപോലെ ജേർണലിസ്റ്റുകൾ തുടങ്ങിയവരുടെ വിശകലനവും ഹർജിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. ഒരു നൂറ്റാണ്ടിലധികമായി തന്നെ ഫലസ്തീനിൽ നടക്കുന്ന കോളനിവത്കരണവുമായി വംശീയ ഉന്മൂലനത്തിന് എല്ലാം ബ്രിട്ടനാണ് ഉത്തരവാദിയെന്നും 1917 ബാൽഫോർഡ് ഡിക്ലറേഷനിലും 1948 നക്ബയിലും നിലവിൽ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയിലും ബ്രിട്ടൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഫലസ്തീൻ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണക്കാരായ സിയോണിസത്തിന്റെയും എല്ലാം പിന്തുണയും നൽകിക്കൂടിക്കൊണ്ട് നിൽക്കുന്ന ബ്രിട്ടനാണെന്നും ഹർജിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. സിയോണിസത്തിന്റെ അധിനിവേശത്തെയും വംശീയ ഉന്മൂലനത്തെയും കോളനിവത്കരിക്കുന്നതിനെ കുറിച്ചും പ്രതിരോധിച്ച് ഫലസ്തീനികളുടെ അവകാശത്തിനായി പോരാടുന്ന സംഘടനയാണ് ഹമാസ്. സ്വാതന്ത്ര്യത്തിനും ദേശീയ ഐക്യത്തിനും അതിർത്തി സംരക്ഷിക്കാനും എല്ലാം വിധത്തിലുമുള്ള കോളവത്കരിക്കുന്നതിന് തന്നെ ഇപ്പോൾ എതിരെ സാമുദായികമായും ധാർമ്മികമായും പോരാടാൻ ഫലസ്തീൻ ജനതയ്ക്ക് അവകാശമുണ്ട്. അത് ഫലസ്തീന്റെ സ്വയം നിർണാധികാരമായി തന്നെ ഭാഗമാണെന്നും ഹർജിയിൽ പറയുന്നു. വംശഹത്യയും മാനവത്കരിക്കായ കുറ്റകൃത്യങ്ങളും അവസാനിപ്പിക്കേണ്ടത് ബ്രിട്ടീഷ് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഫലസ്തീൻ ജനതയുടെ മനുഷ്യാവകാശം അംഗീകരിക്കാൻ ബ്രിട്ടൻ തയ്യാറാകണം. ബ്രിട്ടീഷ് സർക്കാരിന് രാഷ്ട്രീയ വിരോധമുള്ളത് കൊണ്ട് മാത്രം അഭിപ്രായ സ്വാതന്ത്ര്യം സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് യൂറോപ്യൻ കൺവെൻഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിന്റെ 10, 11, 14 ആർട്ടിക്കിളുടെ ലംഘനമാണ്. ബ്രിട്ടനോ ബ്രിട്ടീഷ് പൗരന്മാർക്കോ ഹമാസ് ഒരു തരത്തിലും ഭീഷണി ഉയർത്തുന്നില്ല. ഫലസ്തീൻ ജനതയുടെ സ്വയം നിർണാധികാരവും അതുപോലെ ജനാധിപത്യ അവകാശങ്ങളും മാത്രമാണ് ഹമാസിന്റെ ലക്ഷ്യമെന്നും ഹർജിയിൽ പറയുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലധികമായി തന്നെ ബ്രിട്ടീഷ് സർക്കാരുകൾ ഫലസ്തീൻ ജനതയ്ക്കെതിരെ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളും സിയോണിസത്തിന്റെ വംശീയ ഉന്മൂലനത്തിന് ചെയ്യുന്ന സഹായങ്ങളും ഒടുവിൽ ഒക്ടോബർ 7 തൂഫാനുൽ അക്സയിലേക്കും നയിച്ച കാര്യങ്ങൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിച്ചിട്ടാണെങ്കിലും ഗസയിലെ ബന്ദികൾ മോചിപ്പിക്കുന്നതിന് മുൻഗണന നൽകണമെന്ന് ഇസ്രായേലി യുദ്ധവിമാന പൈലറ്റുമാരും പറഞ്ഞു. വിരമിച്ചവരും റിസർവ് വിഭാഗത്തിലുള്ള പൈലറ്റുമാരാണ് സർക്കാരിന് കത്തയച്ചത്. രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ വ്യക്തിപരവും അതുപോലെ രാഷ്ട്രീയവുമായ താല്പര്യങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് കത്തിൽ ആരോപിക്കുന്നു. 2 മാസത്തെ വെടിനിർത്തലിന് ശേഷം കഴിഞ്ഞ മാസമാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത്.